ആഗോള അധിനിവേശ ശക്തികൾ ഇപ്പോഴും സജീവമാണ്. ആധുനിക രീതിയിലുള്ള ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിലും അവ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നതിലും അവർ വ്യാപൃതരാണ് എന്ന് കാണാം. ഒരു കാലമുണ്ടായിരുന്നു, ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളും അതിലെ എല്ലാ രാഷ്ട്രങ്ങളും, ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളും ഈ ആഗോള അധിനിവേശ ശക്തികൾ കീഴ്പ്പെടുത്തിയിരുന്നൊരു കാലം. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, നെതർലാൻഡ്സ്, സ്പെയിൻ, പോർച്ചുഗൽ, ഈ പറഞ്ഞ രാജ്യങ്ങളുടെ കീഴിലായിരുന്നു ലോകത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും. എന്നാൽ ആ കാലത്തൊക്കെയും ഇറാൻ എന്നൊരു രാഷ്ട്രം അതിൻ്റെ മെയിൻ ലാൻഡ് ഇവരിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തി. വിദേശ അധിനിവേശത്തിന്, കീഴ്പ്പെടുത്തലിന് കീഴടങ്ങാതെ ഇറാൻ അതിൻ്റെ മെയിൻ ലാൻഡ് എക്കാലത്തും നിലനിർത്തി പോന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. ആ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ ആസന്നമായിരിക്കുന്നത്. സംഘർഷത്തിൻ്റെ ആരംഭം 1953 ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പ്രധാനമന്ത്രിയെ CIA-യും ബ്രിട്ടനും കൂട്ടുചേർന്ന് അട്ടിമറിച്ച് സ്ഥാനഭ്രഷ്ടനാക്കി അവിടെ ഷായുടെ ഭരണം സ്ഥാപിക്കുകയുണ്ടായി. അന്ന് മുതൽക്കാണ് ആധുനിക കാലത്തെ ഇറാൻ അമേരിക്കൻ സംഘർഷം ആരംഭമാകുന്നത്. പിന്നീട് 1979 അയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക റവല്യൂഷനിലൂടെ ആ ഷാ ഭരണകൂടത്തെ ആട്ടിയോടിച്ച് അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചതിലൂടെ ആ സംഘർഷം അതിൻ്റെ മൂർധന്യത്തിലെത്തി. അതോടനുബന്ധിച്ച് 1979 മുതൽ 46-47 വർഷമായിട്ട് ആ രാഷ്ട്രം മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഉപരോധം മൂലം. 46 വർഷത്തോളമായി ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു രാഷ്ട്രത്തെ ഇതിനിടക്ക് പല ദീർഘമായ വലിയ വിപുലമായ യുദ്ധങ്ങൾ നേരിടാനും ലോകം നിർബന്ധിക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാം മുമ്പിൽ സയനിസ്റ്റുകളും അമേരിക്കൻ ഭരണകൂടങ്ങളുമായിരുന്നു എന്ന് കാണാം. പരോക്ഷമായ ബ്രിട്ടൻ്റെയും യൂറോപ്പിലെ ചില കാലങ്ങളിൽ യൂറോപ്പിൻ്റെയും സപ്പോർട്ടും അതിന് ലഭിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ അമേരിക്കൻ മെയിൻ ലാൻഡിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഇറാനെ കൊണ്ടാവില്ല എന്നുള്ളതാണ് അമേരിക്കൻ സപ്പോർട്ടർമാരുടെ ആത്മവിശ്വാസം. അതേ സമയത്ത് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് കനത്ത ആഘാതമേൽപ്പിക്കാൻ ഇറാന് കഴിയും. ഒപ്പം അത് മിഡിൽ ഈസ്റ്റിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഘടനയായിരിക്കും തകർത്തെറിയുക. ഒരുപക്ഷെ അമേരിക്ക ഇറാനുമായി ഒരു ഫുൾ സ്കെയിൽ യുദ്ധം നടത്തുകയാണെങ്കിൽ ഇറാൻ തകർന്നു പോയേക്കാം പക്ഷേ ഒപ്പം തകരുന്നത് ഇറാൻ മാത്രമല്ല, അതിൻ്റെ പരിസരത്തുള്ള മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ കൂടിയായിരിക്കും. കാരണം അവിടെയാണ് അമേരിക്കൻ താൽപ്പര്യങ്ങൾ, ബേസുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അത് അതിലേക്ക് തിരിച്ചടിക്കും എന്നുള്ളതിന് ഇറാൻ വ്യക്തമായി വെല്ലുവിളിച്ചിട്ടുണ്ട്. കാരണം സ്വയം തകരുമ്പോൾ മറ്റുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളത് ആരെക്കൊണ്ടും പ്രാപ്തമല്ല. അവിടെ അമേരിക്ക കാണുന്നത് ഫിസിക്കലായിട്ടുള്ള തകർച്ച അമേരിക്കയെ അല്പം പോലും ബാധിക്കില്ല. 10,000+ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള അമേരിക്കയെ ഇവിടെ നിന്ന് ആക്രമിക്കാൻ ഏതായാലും ഇറാന് അവരുടെ ആയുധ സന്നാഹത്തിന് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അമേരിക്കൻ താൽപ്പര്യങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അത് ബാധിക്കുക സൗദി അറേബ്യ മുതൽ UAE, ഖത്തർ, കുവൈറ്റ്, മറ്റ് ഇതുപോലെയുള്ള രാഷ്ട്രങ്ങളെ ആയിരിക്കും. ഇതാകട്ടെ, അതിൻ്റെ ആഘാതമാകട്ടെ, അതിൻ്റെ നാശനഷ്ടങ്ങളാകട്ടെ, ദുരന്തങ്ങളാവട്ടെ, ആ രാഷ്ട്രങ്ങളെ മാത്രമായിരിക്കില്ല ബാധിക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു പാശ്ചാത്യ അധിനിവേശത്തിൻ്റെ മാത്രം വിഷയമല്ല. ഒരു ഡെമോക്രാറ്റിക്, സെക്യുലർ, ലിബറൽ അമേരിക്കയും ഒരു തിയോക്രാറ്റിക്, റവല്യൂഷണറി, ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണത്. തീർന്നില്ല, അതിന് വീണ്ടും താത്വികവും ആത്മീയവുമായ മാനങ്ങൾ വേറെയുമുണ്ട്. കാരണം അമേരിക്കൻ പക്ഷത്തുള്ളവരും അമേരിക്കയും
ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ഇറാൻ ഒറ്റയ്ക്ക് അവിടേത് മാത്രമായ ചില ആശയങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് കാണാം. അതുകൊണ്ട് ഇത് ആശയപരമായ ഒരു പോരാട്ടം കൂടിയായിരിക്കും ഇത്. ഇവിടെ ലോകത്തിന് പക്ഷേ നഷ്ടപ്പെടാൻ ഏറെയുണ്ട്. ഒരു യുദ്ധം ഫുൾ സ്കെയിലായിട്ടൊരു യുദ്ധം, ഭാഗികമായ യുദ്ധമല്ല. അതൊരിക്കലും അത് ഇറാനെ ഇല്ലാതെയാക്കിയേക്കാം. ഒരു പക്ഷേ മധ്യ പൗരസ്ത്യ ദേശത്തെ ജിയോ പൊളിറ്റിക്കലി തകർത്തെറിഞ്ഞേക്കാം. പക്ഷെ ആഗോളതലത്തിൽ യൂറോപ്പിലുൾപ്പെടെ ആഫ്രിക്കയ്ക്കുൾപ്പെടെ ഏഷ്യക്കും അത് കനത്ത സാമ്പത്തികവും മറ്റു തരത്തിലുമുള്ള ആഘാതങ്ങൾ ഏൽപ്പിച്ചെന്നു വരുമെന്നല്ല, ഊഹമല്ല, തീർച്ചയായും ഏൽപ്പിക്കും. അത് ലോകത്തെ താങ്ങാവുന്നതിൽ അത് അപ്പുറമുള്ളൊരു ആഘാതമായിരിക്കും. ഇറാൻ അമേരിക്ക യുദ്ധം ഉടനടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അതിൽ പ്രത്യേക താല്പര്യമുള്ള ഒരു ജനവിഭാഗം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ പ്രശ്നം കടുത്ത വർഗീയതയും അസൂയയും മൂലം അവർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അവരിൽ ചിലർ പറയുന്നത് കേട്ടു, ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കും, അങ്ങനെ ഗൾഫ് രാജ്യങ്ങളും ഇറാനും ഒറ്റയടിക്കില്ലാതായിക്കോളും, മലപ്പുറത്തുകാരുടെ അഹന്ത നിലക്കും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ മധ്യ പൗരസ്ത്യ ദേശത്തെ രാഷ്ട്രങ്ങൾ ഇല്ലാതാവുക മലപ്പുറത്തെ കാക്കമാർ മാത്രമായിരിക്കില്ല, യൂസഫ് അലിമാർ മാത്രമായിരിക്കില്ല, കൊല്ലത്തെ രവിപിള്ളമാരും കോട്ടയത്തെ ജോയ ലുക്കാസുമാരും പാലക്കാട്ടെ ശോഭ ഡെവലപ്പേഴ്സിന്റെ മേനോന്മാരും കൂടിയായിരിക്കും. ഇതൊന്നും അത്ര ഗുണമുള്ള കാര്യമല്ല. ഇങ്ങനെ വിഭാഗീയമായി കാണാൻ വേണ്ടി പറഞ്ഞതല്ല ഈ കാര്യങ്ങൾ. പക്ഷേ ഒരു ജനത എല്ലാ അർത്ഥത്തിലും മറ്റൊരു ജനതക്ക് എതിരായിരിക്കുക എന്നൊരവസ്ഥ സംജാതമായിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി. ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ഏർപ്പാടുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വേണം ആഗോള സംഭവങ്ങളായാലും പ്രാദേശിക സംഭവങ്ങളായാലും അതിൽ മുസ്ലിമിന് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്ന് നോക്കി ആസ്വദിക്കാനും അതിനുവേണ്ടി ആഗ്രഹിക്കാനുമുള്ള ഒരു കൂട്ടമുണ്ട് എന്നുള്ളത് വളരെ ആപൽക്കരമായ ഒരു അവസ്ഥ വിശേഷം സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ. അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. എന്നാൽ ഒരു മുസ്ലിമിന്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ലോകത്ത് ആർക്ക് അനർത്ഥം ഉണ്ടാവുന്നതും അവനെ സംബന്ധിച്ച് അവന് ഉണ്ടാവുന്ന പ്രശ്നമായിട്ടാണ് കണക്കാക്കേണ്ടത് എന്നാണ് അവന്റെ മതം പഠിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ വേറെ ചിലർക്ക് അവിടെ മതത്തിന് രക്ഷ കിട്ടണമെങ്കിൽ ഇസ്ലാം മതം പോലെയുള്ള മതങ്ങൾ ഇല്ലാതാകണം, മുസ്ലിങ്ങൾ ആട്ടിപ്പായിക്കപ്പെടണം എന്നാണ് അവർ കരുതുന്നത്. എത്ര വിചിത്രവും വികലവും ബീഭത്സവുമായ ഒരു ചിന്താഗതിയാണിത് എന്ന് സാമാന്യബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ നമ്മുടെ മേഖലയിലുണ്ടാകുന്ന ഈ യുദ്ധത്തിൽ ഇറാൻ തകർന്നാലും ഗൾഫ് രാജ്യങ്ങൾ തകർന്നാലും അതിൻ്റെ നാശനഷ്ടങ്ങൾ വഹിക്കേണ്ടി വരിക ഇവിടുത്തെ ഒരു പ്രത്യേക മതക്കാരോ ജാതിക്കാരോ വിഭാഗക്കാരോ മാത്രമായിരിക്കില്ല, ആഗോള സമൂഹം മൊത്തമായിരിക്കും എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ കൂടിയ ഒരു പങ്ക് ഇന്ത്യക്കാർക്കും മലയാളികൾക്ക് പ്രത്യേകിച്ചും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇത് സൂചിപ്പിക്കാനാണ് ഞാൻ. വിഭാഗീയത വളർത്താൻ വേണ്ടിയോ വിഭാഗീയതയിലുള്ള താല്പര്യം കൊണ്ടോ പറഞ്ഞു പോയതല്ല മറ്റു കാര്യങ്ങൾ. ഇറാൻ അമേരിക്കൻ യുദ്ധത്തെക്കുറിച്ച് ഒരു പ്രവചനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് വിയറ്റ്നാമിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ പോലെ അതിൻ്റെ തുടർച്ചയായ മറ്റൊരു കനത്ത പരാജയമായിരിക്കും അമേരിക്കക്ക് ഇത് പൊളിറ്റിക്കലി നൽകുക എന്നുള്ളതാണ് വസ്തുത. ഫിസിക്കലി ഒരു പക്ഷേ അമേരിക്ക സുരക്ഷിതമായിരിക്കാം. 10,000+ കിലോമീറ്ററുകൾക്ക് അകലെ നിൽക്കുന്നതുകൊണ്ട് അമേരിക്കൻ നഗരങ്ങൾക്ക് കേടുപാടുകൾ പറ്റില്ല, അവിടെ ജീവഹാനി സംഭവിക്കില്ല. പക്ഷെ അമേരിക്കൻ താല്പര്യങ്ങൾ മധ്യ പൗരസ്ത്യ ദേശത്ത് മാത്രമല്ല മറ്റ് മേഖലകളിലേക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഈ യുദ്ധം. മാത്രമല്ല നയതന്ത്രപരമായി അമേരിക്കക്ക് ഒരിക്കലും ഇറാനോട് ജയിക്കാനാവില്ല എന്ന് കാണാം. കാരണം അമേരിക്ക പക്ഷത്ത് ഈ കാര്യത്തിൽ നീതിയില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. ഇറാൻ എത്രമാത്രം നൈതികമായ ശരിയുണ്ട് ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാം ഇവിടെ മുതിരുന്നില്ല. കാരണം അവരുടെ ദൈവികമോ ആത്മീയമോ ആയ സാധുതകളെ കുറിച്ചും നാം ആരായേണ്ടതില്ല. പക്ഷെ പച്ചയായ ഒരു അധിനിവേശമാണ് അമേരിക്കയുടെ പക്ഷത്ത് നിന്ന് അവരുടെ ഭാഷയിൽ നിന്ന് നാം വായിച്ചെടുക്കാനാവുന്നത്. കാരണം ഒരു രാഷ്ട്രത്തിന്റെ, ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ അവരുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും എങ്ങനെയുള്ളതോ ആകട്ടെ, അത് നമുക്ക് ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തതോ ആകട്ടെ, ആ രാജ്യത്തിനകത്ത് കയറി ആഭ്യന്തര
കുഴപ്പം സൃഷ്ടിച്ച് സമ്പത്തും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ആ നാട്ടിനെ അട്ടിമറിക്കാൻ അകത്തുനിന്ന് പരിശ്രമിക്കാൻ ആളുകളെ ഏജന്റുമാരെ നിയമിക്കുന്നത് എത്രമാത്രം മര്യാദഘട്ട പ്രാകൃതമായ ഒരു രീതിയാണ് എന്ന് ചിന്തിക്കാൻ നമ്മുടെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന് കഴിയില്ല, സയനിസ്റ്റ് ലോബികൾക്കും കഴിയില്ല. പക്ഷേ സാമാന്യ ബോധമുള്ള ലോകത്തിന് കഴിയേണ്ടതല്ലേ എന്നാണ് നാം ചോദിക്കുന്നത്. ഒരു ഇറാൻ അമേരിക്കൻ സംഘർഷത്തിൽ മുതലെടുപ്പിന് കാത്തിരിക്കുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ, യഥാർത്ഥ വിഭാഗം. അത് സയനിസ്റ്റുകളാണ്. കാരണം സയനിസ്റ്റുകളുടെ കണ്ണിലെ കരടായിരുന്നു 1979 ഇസ്ലാമിക വിപ്ലവം ആരംഭിച്ചത് മുതൽക്ക് ഇറാനെ വല്ല വിധേനയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് സയനിസ്റ്റുകളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കാരണം മേഖലയിലെ ഏറ്റവും ശക്തരായ, തിരിച്ചടിക്കാൻ ശേഷിയുള്ള ഏക രാജ്യം എന്ന നിലക്കാണ് അവർ അതിനെ കാണുന്നത്, ഇറാനെ കാണുന്നത്. മറ്റ് അറബ് രാഷ്ട്രങ്ങളൊന്നും തന്നെ അവരോട് സന്ധി ചെയ്തിട്ടുള്ളവരും അവരുമായിട്ട് സമരസപ്പെട്ടു പോകാൻ തയ്യാറുള്ളവരുമാണ്. എന്നാൽ ഇറാൻ മാത്രം അതിന് തയ്യാറല്ല എന്നുള്ളതാണ് ഇസ്രയേലിലെ അല്ലെങ്കിൽ യഹൂദരുടേതായ സയനിസ്റ്റ് ലോബിയുടെ എന്നത്തെയും പ്രശ്നം. നമ്മൾ ഇസ്രയേലിയരെന്നോ യഹൂദരെന്നോ പൊതുവായി പറയുന്നതിന് പകരം സയനിസ്റ്റുകൾ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നീതീകരിക്കാനാവുക. കാരണം ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ ചെയ്യുന്ന തെറ്റിന് ആ വ്യക്തിയോ ആ പ്രസ്ഥാനമോ ഉൾപ്പെടുന്ന മുഴുവൻ സമൂഹത്തെയോ രാഷ്ട്രത്തെയോ മേഖലയോ പ്രവിശ്യയെയോ നാം കുറ്റപ്പെടുത്തുന്നത് നീതിയായിരിക്കില്ല. നീതി ഒട്ടും അത് തന്നെയല്ല, അനീതി തന്നെയായിരിക്കും അത്. അതുകൊണ്ട് തന്നെ യഹൂദർ എന്നോ ഇസ്രയേലികളെന്നോ പറയുന്നതിന് പകരം സയനിസ്റ്റുകൾ എന്ന് ചുരുക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇന്ത്യയുടേതായാലും മറ്റേത് രാഷ്ട്രത്തിലായാലും അമേരിക്കക്കാരെ മൊത്തം ഒന്നടങ്കം ട്രംപിന്റെ പേരിൽ നമുക്ക് ആക്ഷേപിക്കാനാവില്ല. ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ ലിബറലുകളായ എത്രയോ വിശാല മനസ്കരായ മനുഷ്യസ്നേഹികൾ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് യെരുസലേമും പലസ്തീനും മറ്റ് ഇസ്രയേലി പ്രവിശ്യകളും. അവിടെയുമുണ്ട് അവിടം ജന്മം കൊടുത്ത എത്രയോ മഹാന്മാർ. അതിനു പുറമെ ഇന്നും അവിടെ മനസ്കതയുള്ള ആളുകൾ അധിവസിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇവരുടെ ഒക്കെ നന്മകളെ അസാധുവാക്കുന്ന തരത്തിലുള്ള തിന്മകളുമായി സയനിസ്റ്റുകൾ എന്ന പേരിൽ ഒരു സംഘം രൂപം കൊണ്ടിട്ടുണ്ട്. അത് മുസ്ലിങ്ങളുടെ പേരിട്ടുകൊണ്ടുമുണ്ട്, ക്രിസ്ത്യാനികളുടെ പേരിട്ടുകൊണ്ടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഹിന്ദു നാമധാരികളായിട്ടുമുള്ള ഇത്തരം സംഘങ്ങളുണ്ട്. ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തി സംസാരിക്കണം. പകരം അവരെല്ലാം ഉൾപ്പെടുന്ന മഹത്തായ സമൂഹങ്ങളെ നമ്മൾ അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ട്രംപ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വിഡിത്തമായി തോന്നാമെങ്കിലും വെനിസ്വേലയിലെ അധിനിവേശമാണ് അദ്ദേഹം ചെയ്ത ഒരു വങ്കത്വമായി തോന്നിയത്. അതേ വങ്കത്വം ഇറാനിൽ ആവർത്തിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അത് വെനിസ്വേലയെ പോലെ എളുപ്പമായിരിക്കില്ല എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. വെനിസ്വേല അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയി തടവിലിട്ടത് കൊണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളമുണ്ട്? തീർച്ചയായും പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കും. എങ്കിൽ പോലും ഇറാന്റെ ഭരണാധികാരികളെ കൊല്ലുകയോ പിടിച്ചുകൊണ്ടു പോവുകയോ ചെയ്യുന്നത് അത്ര മേൽ എളുപ്പമായിരിക്കില്ല. അമേരിക്കയുടെ ഭൂമിശാസ്ത്രമായ അകലം വെച്ചുകൊണ്ട് അമേരിക്കക്ക് ശാരീരികമായി പോറലേൽക്കുകയില്ലെങ്കിലും അമേരിക്കൻ താല്പര്യങ്ങൾക്ക്, സാമ്പത്തിക താല്പര്യങ്ങൾക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്നുള്ളത് ഉറപ്പാണ് ഇറാന്റെ ആക്രമണത്തോടുകൂടി. കാരണം ഇറാൻ അടങ്ങിയിരിക്കില്ല. അവർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞതാണ് അമേരിക്കൻ ബേസുകളെയും അവരെ താല്പര്യങ്ങളെയും തിരിച്ചാക്രമിക്കുമെന്ന്. അത് ചെയ്യാനുള്ള ശേഷി ഏറെക്കുറെ ഇറാൻ ഉണ്ട് താനും. ഇറാൻ ഇല്ലാതായേക്കാം, പക്ഷെ അമേരിക്കൻ താല്പര്യങ്ങളിൽ പലതും ഒപ്പം തകർന്നടിഞ്ഞു പോകും. വെനിസ്വേല അല്ല ഇറാൻ, പക്ഷേ വിയറ്റ്നാം ആയിരിക്കും ഇറാൻ, അഫ്ഗാൻ ആയിരിക്കും ഇറാൻ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വെനസ്വേലയിലുണ്ടായ അതിശീഘ്ര വിജയം ഇറാനിൽ ആവർത്തിക്കുകയില്ല. വിയറ്റ്നാമിലും അഫ്ഗാനിലും ഉണ്ടായ തിരിച്ചടികൾ അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ, അതിനേക്കാൾ മാരകമായ രീതിയിൽ ഇറാനിൽ നിന്ന് ഉണ്ടായേക്കാനും ഇടയുണ്ട്. ഇതുകൊണ്ടാണ് വെനിസ്വേലയല്ല, എന്നാൽ വിയറ്റ്നാമും അഫ്ഗാനുമായിരിക്കും ഒരുപക്ഷെ അമേരിക്കക്ക് ഇറാൻ. ഗാസ പ്രശ്നം സയനിസ്റ്റുകൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇമേജിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കാരണം യൂറോപ്യൻ നഗരങ്ങളിലുള്ള
പലസ്തീനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അതിൻ്റെ നിദർശനങ്ങളാണ്. പിന്നീട് ഇറാനുമായിട്ടുള്ള 12 ദിവസത്തെ യുദ്ധം ഇസ്രയേലിൻ്റെ സയനിസ്റ്റുകളുടെ ഇമേജിന് ചെറുതല്ലാത്ത പോറലേൽപ്പിച്ചിട്ടുണ്ട്, കളങ്കമേൽപ്പിച്ചിട്ടുണ്ട്. യഹൂദരുടെ, ഇസ്രയേലിയരുടെ കുത്തക അവകാശപ്പെടുന്ന സയനിസ്റ്റുകൾ അവരുടെ ദയനീയമായൊരു മുഖമാണ് ആ ദിവസങ്ങളിൽ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിച്ചത് എന്ന് കാണാം. അതേപോലെയാണ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പോടുകൂടി അമേരിക്കൻ പൊളിറ്റിക്സ് നേരിടുന്ന മോറൽ ക്രൈസിസ്, അത് യൂറോപ്പിലെ അമേരിക്കയുടെ സ്വാധീനത്തെ ഉലച്ചു കളയുന്ന തരത്തിലുള്ളതാണ് എന്ന് കാണാം. അതായത് ഒരേ സമയം ട്രംപ് അഡ്മിനിസ്ട്രേഷനും സയനിസ്റ്റ് സംഘവും ലോകമെമ്പാടും തിരിച്ചടി നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെ പിടിച്ചു നിൽക്കാൻ അവർക്ക് ഒരു ഇറാൻ വിജയം അത്യന്താപേക്ഷിതമാണ്. അതുകൂടിയായിരിക്കാം ഇറാനിലേക്ക് എടുത്തു ചാടാൻ ഇവർക്ക് പ്രേരണയാവുന്നത് എന്ന് കരുതുന്നു. പക്ഷേ മറ്റെങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരം പരാജയത്തിന് അമേരിക്ക സാക്ഷ്യം വഹിക്കേണ്ടതായി വരും. ചില പുരാതനമായ സങ്കല്പങ്ങളിൽ ചിലതൊക്കെ സയനിസ്റ്റുകളെക്കുറിച്ചുള്ള അതിഭാവുകത്വമുള്ള ചില സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞെന്നും വരാം ഇറാനുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലൂടെ. ഇറാൻ ഒരു പക്ഷേ ഇല്ലാതായേക്കും. പക്ഷേ ഒപ്പം ഇല്ലാതാവുക അമേരിക്കയുടെയും സയനിസ്റ്റുകളുടെയും ചില സ്വപ്നങ്ങൾ കൂടിയായിരിക്കും എന്നാണ് പറയാനുള്ളത്.